Hello everyone, welcome back to my channel. You're watching Anecdotista and this is Aisha. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം റിയൽ ടോക്സ് കാറ്റഗറിയിൽ ഒരു വീഡിയോ ചെയ്യുകയാണ്. ആക്ച്വലി ഞാൻ വെറുതെ എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയപ്പോഴാണ് കണ്ടത് ഇങ്ങനൊരു കാറ്റഗറി നമുക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോൾ കുറേ കാലമായി ഇതിലൊരു വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ ഒരു റിയൽ ടോക്ക് ചെയ്തിട്ട്. അപ്പോൾ നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ ടൈം ചത്തുകൂത്തിയിരിക്കുന്ന ആൾക്കാരാണ്. കുറച്ച് നാളായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പുള്ളിയുടെ വീട്ടിൽ എനിക്ക് ഭയങ്കര ഫ്രീഡം തരുമെന്നും എന്നെ ഒന്ന് കർണത്തടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഐസ്ക്രീം മേടിച്ച് തരുമെന്നും ഒക്കെ പറഞ്ഞ് ഏട്ടനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി വലിയ സംഭവമാക്കി വെക്കുന്ന കുറേ ഷോർട്സും റീൽസും ഒക്കെ. എന്തായാലും ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ടോക്സിക് റിലേഷൻഷിപ്സ് ആണ്. ആൻഡ് ഈ ആളുകൾ പോലും തിരിച്ചറിയുന്നില്ല അവരൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത്. അവർക്കിതൊക്കെ ഭയങ്കര റൊമാൻറ്റിക്കാണ്. അവർ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പുള്ളി കൊണ്ട് ചോക്ലേറ്റ് തരുന്നത്. അപ്പോൾ ദേ വിൽ തിങ്ക് ഇത്രയും നല്ല വേറൊരു മനുഷ്യനില്ലാന്ന്. അല്ലെങ്കിൽ സം പീപ്പിൾ റിയലൈസ് ദാറ്റ് ദേ ആർ ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്നുള്ള ബോധം ചിലർക്കുണ്ട്. പക്ഷേ ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അല്ലെങ്കിൽ കുട്ടികളെ ഓർത്തിട്ട് അങ്ങനെയൊക്കെ പലരും പിടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടാവും. ചിലരത് പുറത്ത് പറയുന്നു ബിക്കോസ് അവരത് റിയലൈസ് പോലും ചെയ്യുന്നില്ല അവരൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന്. ഹീ ഈസ് വെരി നൈസ്. അപ്പം ഇത് പലർക്കും തിരിച്ചറിയാനുള്ള ബോധമില്ല, ഈവൻ എഡ്യൂക്കേറ്റഡ് പീപ്പിളിന്. അപ്പം ഇത് ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലൈക്ക് ഒരു പെൺകുട്ടി അയാളുടെ ടോക്സിക് റിലേഷൻഷിപ്പിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് പറയപ്പെട്ടപ്പോൾ തന്നെ ആങ്കർ വാസ് സേയിങ് ലൈക്ക് എ ടീച്ചർ ഹൂ കെയർസ്. അതാണോ കെയറിങ്? അടിച്ചിട്ട് എന്തെങ്കിലും വാങ്ങിത്തന്നാൽ ദാറ്റ്സ് നോട്ട് കെയർ, ദാറ്റ്സ് നോട്ട് ലവ്. ഈ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് they won't belong to the romantic category. അപ്പോൾ നമുക്ക് ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് ഒരു ചർച്ച തന്നെ ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് ദിസ് ഈസ് എ ഹോട്ട് പൊട്ടറ്റോ. ഞാൻ പണ്ടൊക്കെ തായ് ഡ്രാമാസൊക്കെ ഒരുപാട് കാണുന്ന ആളായിരുന്നു. അപ്പോൾ ഈ തായ് ഡ്രാമാസൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഹാവ് വാച്ച്ഡ് അല്ലെങ്കിൽ ഹൗ മെനി ഓഫ് യു ആർ എ ഫാൻ ഓഫ് ദോസ് ഡ്രാമാസ്. അപ്പം നമ്മുടെ GMM TV-യിലോ അതുപോലെ ഏതെങ്കിലും തായ് ചാനലിലൊക്കെ പോയാൽ ഇഷ്ടംപോലെ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് വെച്ചിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആക്ച്വലി പലതിലും ഒരു മെജോറിറ്റി ഓഫ് തായ് ഡ്രാമാസിലും നമുക്ക് കാണാൻ കഴിയുന്നത് അഗ്രസീവ് മെയിൽ ലീഡാണ്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഹീറോ ആണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു കാലം കാണുന്ന പിള്ളേർക്കൊക്കെ ഉണ്ടായിരുന്നു കാണും. എനിക്കും ഉണ്ടായിരുന്നു സ്വാഭാവികം. ബിക്കോസ് ഐ ആം an Asian drama lover. അതുപോലെ തന്നെ ഐ വാസ് എ കട്ട ഡ്രാമ അഡിക്റ്റ്. ഭയങ്കര അഡിക്റ്റഡ് ടു ഡ്രാമാസ് ആയിരുന്നു. എന്തായാലും അപ്പോൾ ഈ തായ് ഡ്രാമാസിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഇതാട്ടോ, ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു മെയിൽ ലീഡായിരിക്കും. ആൻഡ് അവരുടെ വിചാരം ഈ ഇങ്ങനെ ഡ്രാമാസിൻ്റെ ആട്ടോ, ഞാൻ ആ ഒരു കൺട്രീനെ കുറ്റം പറയുക അവിടുത്തെ ആൾക്കാരെ കുറ്റം പറയുകയല്ല. ഡ്രാമാസിൽ മെയിനായിട്ട് ആ ഒരു എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലേഡീസിനെ ഭയങ്കര ടോർച്ചർ ചെയ്ത് ലൈക്ക് മാക്സിമം നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരും. ടോർച്ചർ എന്ന് പറഞ്ഞാൽ ടോർച്ചറിന് അങ്ങേയറ്റം. മിക്കതിലും കിഡ്നാപ്പിംഗ് ഒക്കെ ആട്ടോ. ലൈക്ക് ഒരാൾ നമ്മുടെ മെയിൽ ലീഡ് ഫീമെയിൽ ലീഡിനെ എന്തെങ്കിലും റീവെഞ്ചിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയോടുള്ള ഒരു ദേഷ്യത്തിൻ്റെ പേരിലോ പണ്ടത്തെ വൈരാഗ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും പലപ്പോഴും. അങ്ങനെയൊക്കെ നമ്മുടെ ഫീമെയിൽ ലീഡിനെ മെയിൽ ലീഡ് തട്ടിക്കൊണ്ടുപോകും. കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒളിച്ച് താമസിപ്പിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറേ നാൾ അവിടെ ആ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഭയങ്കര മാക്സിമം ടോർച്ചർ ചെയ്തിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയോ അല്ലെങ്കിൽ അത് തിരിച്ചെത്തപ്പെടുകയോ ചെയ്യപ്പെടുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയും ഇത്രയും നാൾ അവൻ്റെ കൂടെ കഴിഞ്ഞ ഒരാളെ എങ്ങനെയാണ് വേറൊരാൾ കല്യാണം കഴിക്കുക. അപ്പോൾ അയാൾ തന്നെ ചിലപ്പം മുന്നോട്ട് വെക്കുന്നത്, ബിക്കോസ് വൈരാഗ്യം തീർന്നിട്ടില്ലല്ലോ, വൈരാഗ്യം തീർക്കാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പെണ്ണിനെ ഞാൻ കെട്ടിക്കോളാമെന്ന്. അപ്പോൾ വീട്ടുകാരെന്താണ്, പെൺകുട്ടിയുടെ വീട്ടുകാർ പറയും ഇറ്റ്സ് ഫൈൻ,
അതാണ് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ. ബിക്കോസ് ചിലപ്പോൾ താഴെ വേറെ കുട്ടികൾ കാണും, അല്ലെങ്കിൽ അവർ ഭയങ്കര ഹൈ സൊസൈറ്റി പീപ്പിൾ ആയിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ മാനം രക്ഷിക്കാനായിട്ട് ഈ മെയിൽ ലീഡ് എന്ന് പറയുന്നതും അത്ര ചെറിയ ആളല്ല. ബിക്കോസ് അയാളും ഭയങ്കര സെറ്റപ്പുള്ള ഫാമിലി, ഹൈ സൊസൈറ്റി പീപ്പിളാണ് ഇതെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ആകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലിയുടെ ഒരു സ്റ്റേറ്റസിന് വേണ്ടിയിട്ട് അവർ ഓക്കെ പറയും. അതുമല്ല, ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് വേറെ ആരും കെട്ടാൻ വരില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഈ ഡ്രാമയിലെ പേരൻസിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ കല്യാണം കഴിച്ചു കൊടുക്കാൻ റെഡിയാവും. അങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഈ ടോർച്ചർ ചെയ്ത് അവസാനം ആകുമ്പോഴത്തേക്കും ചില സന്ദർഭങ്ങളിൽ കുറേ സീൻസ് ഉണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മെയിൽ ലീഡിനൊരു വിചാരമുണ്ട്, ഷീ ഈസ് മൈ വൈഫ്, ഐ ക്യാൻ ഓൺലി ടോർച്ചർ ഹർ, ഐ ആം ദി ഓൺലി പേഴ്സൺ ഹൂ ക്യാൻ ടോർച്ചർ ഹർ. എൻ്റെ ഭാര്യയെ ടോർച്ചർ ചെയ്യാൻ എനിക്ക് മാത്രമേ പറ്റൂ എന്നൊരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് മെയിൽ ലീഡിൻ്റേത്. വേറൊരാൾ ആ പെൺകുട്ടിയോട് എന്തെങ്കിലും മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്താൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറേ സീൻസ് ഉണ്ടാക്കും ഇവർ. ഡ്രാമയുടെ കാര്യമായിട്ടോ പറയുന്നത്, നോട്ട് റിയൽ ലൈഫ്. അപ്പോൾ അങ്ങനെയുള്ള സീൻസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ പെൺകുട്ടി എന്ത് വിചാരിക്കും, അയാൾക്ക് എന്നോട് സ്നേഹമുണ്ട്, ഭയങ്കര കരുതലുണ്ട്, എന്നെ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യാൻ പുള്ളി സമ്മതിക്കില്ല, ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് വയ്ക്കും. അപ്പോൾ പയ്യെ ഈ ഇത്രയും മോശമായിട്ട് തന്നോട് പെരുമാറിയ, അല്ലെങ്കിൽ ഇത്രയധികം തന്നെ ടോർച്ചർ ചെയ്ത് തന്നെ കൊല്ലാൻ ശ്രമിച്ച, മഴയത്തൊക്കെ പുറത്തു കൊണ്ട് കെട്ടിയിടുകയും ഫുള്ളും മഴയത്ത് നനയ്ക്കുകയും അതുപോലെ തന്നെ അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ ആളോട് ഈ പെണ്ണിന് പ്രേമം തോന്നും. ഓ മൈ ഗോഡ്, സീരിയസ്ലി ഐ കനോട്ട് ഡൈജസ്റ്റ് ദി ഫാക്ട്. ഇത്രയൊക്കെ ഉപദ്രവിച്ച ഒരാളോട് എങ്ങനെയാണ് പ്രണയം തോന്നുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മിക്ക ഡ്രാമാസ് കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയും, ഇപ്പം ഇഫ് ഐ വാസ് ദിസ് പേഴ്സൺ ഹി വോണ്ട് സീ ദി സൺറൈസ് നെക്സ്റ്റ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാർ തിരിച്ച് കമൻറ്റ് ചെയ്യും, ഐ എഗ്രി വിത്ത് യു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും നമ്മൾ വീണ്ടും ഈ ടോക്സിക് ലവ് ഉള്ള അല്ലെങ്കിൽ റിവെഞ്ച് ലാക്കോൺസ് ഒക്കെ പിന്നെയും കാണും. കാരണം എന്താ, വി ആർ അഡിക്റ്റഡ് ടു ദിസ് ജോണർ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ജോണർ. ഈ ടോക്സിസിറ്റി ആണ് നമ്മുടെ ഒരു ഇതിൽ റൊമാൻറ്റിക് ആയിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. വി അക്സെപ്റ്റഡ് ഇറ്റ്. അപ്പം അതുകൊണ്ടല്ലേ പിന്നെ അത് കാണാൻ പോകുന്നത്. നമുക്കറിയാം ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, എന്നാലും അത് കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു. ബിക്കോസ് അവർക്ക് ഭയങ്കര കെമിസ്ട്രിയാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ പെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും പലപ്പോഴും കമൻറ്റ് കേട്ടിട്ടുണ്ട്, ഭയങ്കര കെമിസ്ട്രിയാണെന്നൊക്കെ. ശരിയാണ്, ഭയങ്കര കെമിസ്ട്രി തോന്നും. ബിക്കോസ് അമ്മാതിരി ആക്ടിങ് ആണ്. ഈ ഒരു ഫസ്റ്റ് ഹാഫിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 3/4 പോർഷനിലായിരിക്കും ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള സാധനം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഫുള്ള് ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. ആൻഡ് പുള്ളി റിയലൈസ് ചെയ്യും പുള്ളിയുടെ മിസ്റ്റേക്കൊക്കെ. വളരെ തെറ്റിദ്ധാരണയുടെ പേരിൽ മിക്കപ്പോഴും ഒരു പെങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ മദർ ഇൻ ലോ. ഇപ്പം പെങ്ങളാണെങ്കിൽ ഈ പെങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബോയിനെ ആയിരിക്കും നമ്മുടെ ഫീമെയിൽ ലീഡ് ഇഷ്ടത്തിലായിരിക്കും. ഫീമെയിൽ ലീഡും പെങ്ങൾക്ക് ഇഷ്ടമുള്ള ആളും, പെങ്ങൾക്ക് വൺ സൈഡ് ലവ് ആണ് അയാളോട്, പക്ഷെ അയാളും ഫീമെയിൽ ലീഡും റിലേഷൻഷിപ്പിലായിരിക്കും. അപ്പോൾ ഈ പെങ്ങൾ ബ്രദറിനോട് പോയി പറയും, ഇയാൾ പറ്റിച്ചു, ലൈക്ക് അവളുമായിട്ട് ഷീ ഈസ് എ മിസ്ട്രസ് എന്നുള്ള രീതിയിൽ പെങ്ങൾ പോയി സംഭവം പറയുമ്പോഴത്തേക്കും പുള്ളിക്ക് ആ പെണ്ണിനോട്, ഫീമെയിൽ ലീഡിനോട് ദേഷ്യം വരും. ബിക്കോസ് ഇവരുടെ റിലേഷൻഷിപ്പ് ആ പെണ്ണ് കൊളവാക്കി എന്നുള്ള രീതിയിൽ. പക്ഷേ ശരിക്കും ഇവർ തമ്മിൽ, ഈ പെണ്ണുടെ വൺ സൈഡ് ലവും ഇവർ തമ്മിൽ ശരിക്കും ഇഷ്ടമാണോ എന്ന് പോലും ഇയാൾ ലൈക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇയാൾ ഒന്നും അന്വേഷിക്കാതെ പെങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിച്ച് ആ പെണ്ണിനെ അങ്ങോട്ട് കിട്ടും. അപ്പം ആ ഒരു പ്രശ്നം സോൾവ് ആയല്ലോ, ഇപ്പോൾ അവർക്ക് രണ്ടും ജീവിക്കാമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ മിക്ക ഡ്രാമാസിലും വേറൊരു സംഭവം കൂടെ ഉണ്ട്, നമ്മുടെ എഡൽട്രി ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ അതുപോലെ തന്നെ ഈ ഫീമെയിൽ ലീഡ്സൊക്കെ മിക്കതിലും ഭയങ്കര വീക്കാണ്. ലൈക്ക് അവർ സാക്രിഫൈസ് ചെയ്യണം. നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ പറയുന്ന പോലെ എന്ത് വന്നാലും പെണ്ണുങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. ബിക്കോസ് അവർക്ക് വേറെ നിവർത്തിയില്ല. അവരൊരു ആണിൻ്റെ കീഴിലായിരിക്കണം, അല്ലെങ്കിൽ
ദെയർ ഷുഡ് ബി എ മാൻ ടു പ്രൊട്ടക്റ്റ് എ വുമൺ എന്നുള്ള രീതിയിലാണ് മിക്ക ഡ്രാമാസും കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പക്വത എത്തിയ പ്രായത്തിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ റിയലൈസ് ചെയ്യാനുള്ള ബോധമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പണ്ടേ ഇതൊക്കെ കണ്ടിങ്ങനെ വളരുവാണെങ്കിൽ ചിലപ്പം അത് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ റിയൽ ലൈഫിൽ വരുമ്പോൾ അവർ വിചാരിക്കും ഇതൊക്കെയാണ് റൊമാൻറ്റിക് ആൻഡ് ഐ എം ഹാവിങ് എ റൊമാൻറ്റിക് ലൈഫ് എന്ന് തെറ്റിദ്ധാരണയുള്ള പല ആൾക്കാരും ഉണ്ടാകും, സ്വാഭാവികം. ബിക്കോസ് ഇതൊക്കെയാണല്ലോ നമ്മൾ റൊമാൻറ്റിക് ജോണർ കാറ്റഗറിയിൽ കാണുന്ന സാധനങ്ങൾ. അപ്പം സം പീപ്പിൾ കനോട്ട് ഗെറ്റ് ഔട്ട് ഓഫ് റിയൽ ലൈഫ് ആക്ച്വലി. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ വെറുതെ വിചാരിക്കും ഇതൊക്കെയാണ് ഭയങ്കര സംഭവം എന്ന്. ഇതിപ്പോൾ ഞാൻ തായ് ഡ്രാമേൻ്റെ കാര്യമാണ് പറയുന്നത്. മലയാളത്തിൽ വളരെ സിമ്പിളായിട്ട് പറയാം, ഗൗരി ശങ്കരം എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട് ഏഷ്യാനെറ്റിൽ. ഭയങ്കര ഫാനാണ് ഞാൻ ആ സീരിയലിൻ്റെ. ആൻഡ് ഗൗരി ആൻഡ് ശങ്കറിൻ്റെ റൊമാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് സീരിയസ്ലി. പക്ഷേ ഈ പറഞ്ഞതുപോലെ ശങ്കർ എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു മെയിൽ ലീഡാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലെ ഒരു ടോപ്പായിട്ട് ഫാൻ ബേസ് ഉള്ള ഒരു സീരിയലാണ്. അതുപോലെ റേറ്റിങ്ങും ഭയങ്കര നന്നായിട്ടുള്ളതാണ്. ആക്ച്വലി അത് സീരിയലാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് വേണം. പക്ഷേ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സീരിയലൊക്കെ അടിപൊളിയാണ്. ബിക്കോസ് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഭയങ്കര അടിപൊളിയാണ്. അവരെ എല്ലാം കോംപ്രമൈസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. പക്ഷേ നേരത്തെ ഈ സീരിയലിൻ്റെ കഥ എന്തായിരുന്നു എന്ന് ഞാൻ പറയാം. ശങ്കർ എന്ന് പറയുന്നത് ഒരു തൃശ്ശൂരുകാരനാണ്, ശങ്കർ മഹാദേവൻ. ആൻഡ് പുള്ളിക്ക് ഒരു പെണ്ണിനെ കണ്ടിഷ്ടപ്പെടുന്നു. ആൻഡ് അതാണ് നമ്മൾ ഗൗരി. അപ്പോൾ ഈ ഗൗരി ആക്ച്വലി കല്യാണമൊക്കെ ഉറപ്പിച്ച ഒരു പെണ്ണാണ്. ശങ്കറിന് ഗൗരീനെ ഇഷ്ടമാണ്, ഗൗരീനെ കെട്ടണം. അപ്പോൾ ശങ്കറിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് കുറച്ച് ഗുണ്ടായിസമൊക്കെ ഉള്ള ഫാമിലിയാണ്. അപ്പോൾ പുള്ളി പേടിപ്പിച്ച് ഇവളെ കെട്ടാനൊക്കെ ഒരു സെറ്റപ്പിലാക്കും. അത് കഴിഞ്ഞിട്ട് ഇവരുടെ കല്യാണമാണ്. ഗൗരിയുടെ വീട്ടുകാർ സമ്മതിക്കും. ബിക്കോസ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഗൗരിയുടെ വീട്ടുകാർ വിചാരിക്കും ഗൗരീനെ ഒരിക്കൽ തട്ടിക്കൊണ്ട് പോകും ഒരാൾ. അപ്പോൾ അത് ശങ്കറിൻ്റെ അറിവോടുകൂടിയാണ് എന്ന് വിചാരിച്ചിട്ട് ആ ഒരൊറ്റ കാരണം കൊണ്ട് ഗൗരിയെ ശങ്കറിന് കെട്ടിച്ചു കൊടുക്കും. അവിടെയും നമ്മൾ ആ നേരത്തെ പറഞ്ഞ സംഭവമാണ് വർക്കൗട്ടായത്. ഇനി ആര് ഈ പെണ്ണിനെ കെട്ടും? അപ്പോൾ കൊണ്ടുപോയ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ ആൾ തന്നെയാണെങ്കിൽ പ്രോബ്ലം സോൾവ്ഡ്. ആൻഡ് അവർക്കൊരു അനിയത്തിയുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമല്ല. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് ഗൗരിയുടെ ആങ്ങളയ്ക്ക് ഏതൊരു ഒരു ഡൗട്ട് തോന്നിയിട്ട് ഗൗരിയുടെ ബ്രദർ പോയി ശങ്കറിനോട് പറയും, ശങ്കറിൻ്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചു തരുവാണെങ്കിൽ ഗൗരീനെ അവന് കെട്ടിച്ചു കൊടുക്കുകയുള്ളൂ എന്ന്. അപ്പോൾ അത് ശങ്കറിന് ഓക്കെയാണ്. ശങ്കറിന് എന്ത് ചെയ്യാനും ഓക്കെയാണ്. ബിക്കോസ് ഗൗരീനെ വേണം. ആ ഒരു മൈൻഡ് സെറ്റാണ്. ആരെ കൊന്നിട്ടാണെങ്കിൽ ഗൗരീനെ കെട്ടണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ ഈ ആദർശം എന്ന് പറയുന്നത് ഗൗരിയുടെ ബ്രദർ ഇങ്ങനെ ഒരു പ്ലേ ഇടുന്നത് ബിക്കോസ് പെങ്ങളോടുള്ള സ്നേഹം കാരണം ആ ഒരു വീട്ടിലേക്കാണ് വിടുന്നത്. അപ്പം അയാളുടെ പെങ്ങൾ ഈ വീട്ടിലുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്നുള്ളൊരു ബുദ്ധി പുള്ളിക്ക് പോയി. എന്തായാലും ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഒരിക്കലും ഒരു സന്ദർഭം ഉണ്ടാവും. ഗൗരിയുടെ അച്ഛൻ പോലീസ് കസ്റ്റഡിയിലാവും. അപ്പോൾ പുള്ളിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പഴങ്കഥക്കെട്ട് അഴിക്കേണ്ടി വരും. ഈ കഥ ശങ്കറിനെ അറിയാമെന്നാണ് ഗൗരി വിചാരിക്കുന്നത്. പക്ഷേ ശങ്കറിനൊന്നും അറിഞ്ഞിട്ടില്ല. ബിക്കോസ് തട്ടിക്കൊണ്ടുപോയത് ശങ്കർ അല്ല. ശങ്കറിൻ്റെ കയ്യിൽ ഗൗരി ശങ്കരം എന്ന് പച്ച കുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൈ ഗൗരി ആ തട്ടിക്കൊണ്ട് പോയ സമയത്ത് ഒരാളിൽ കാണും. അപ്പോൾ ഗൗരി വിചാരിക്കും അത് ശങ്കറാണെന്ന്. ബിക്കോസ് കയ്യിൽ ഇങ്ങനെ പ്ലേറ്റൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ പച്ച കുത്തിയ സംഭവം കാണും. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണയാണ് ഗൗരിക്കുള്ളത്. അങ്ങനെ ഗൗരി ശങ്കറിനോട് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി കെട്ടുന്നത്. പക്ഷേ ശങ്കറിന് അറിയത്തില്ല. ശങ്കർ വിചാരിക്കും ഗൗരിക്ക് ഇഷ്ടമാണെന്ന്. ബിക്കോസ് ശങ്കറിന് ഈ കഥകളൊന്നും അറിയില്ല. ശങ്കർ ഭയങ്കര ടോക്സിക്കാണ്, വഴക്കുണ്ടാക്കിയാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷേ കിഡ്നാപ്പിംഗ് കേസുമായിട്ട് മാത്രം ശങ്കറിന് ബന്ധമില്ല. എന്തായാലും ഈ കിഡ്നാപ്പിംഗ് സ്റ്റോറി ഗൗരി കോടതിയിൽ വിളിച്ചു പറയുമ്പോൾ ശങ്കർ എല്ലാം അറിയും. അപ്പോൾ ശങ്കർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും, ഭയങ്കര ദേഷ്യമൊക്കെ വരും. ബിക്കോസ് ഈ ഒരു കഥ അവനറിയില്ലായിരുന്നു, അവനോട് പറഞ്ഞിട്ടില്ല. പലതവണ ഗൗരിയോട് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും എന്നോട് പറയാത്തതുണ്ടോ എന്ന്. പക്ഷേ ഗൗരി പറഞ്ഞിട്ടില്ല. ബിക്കോസ് ആ ഒരു സമയത്ത് അവർ തമ്മിൽ അങ്ങനെ ഒരു സ്നേഹമൊന്നുമില്ല. ഗൗരിക്ക് ഫുള്ള് പകയാണ്. ബിക്കോസ് അന്ന് തട്ടിക്കൊണ്ട് പോയതിൻ്റെ പേരിൽ ഗൗരി ഒന്ന് തൊടാൻ പോലും ഗൗരി ശങ്കറിനെ സമ്മതിക്കില്ല. ആ ഒരു സ്റ്റേജിലൊക്കെയാണ് അവരുടെ ഫാമിലി ലൈഫ്. അപ്പോൾ അന്ന് ശങ്കർ ഇത് റിയലൈസ് ചെയ്യുമ്പോൾ പിന്നെ ശങ്കറിന് ഗൗരീനെ വേണ്ട. ബിക്കോസ് വേറൊരാൾ ധ്രുവൻ എന്ന് പറയുന്ന ആൾ തട്ടിക്കൊണ്ട് പോയ പെണ്ണാണ്. ആൻഡ് ഒരു ദിവസം അവിടെ താമസിപ്പിച്ചു. അപ്പോൾ പതിവ്രതയല്ലാത്ത ഒരു സ്ത്രീയെ ഇനി എനിക്ക് വേണ്ട, നീ വൃത്തിയിട്ടവളാണ് എന്നൊക്കെ
എന്നൊക്കെ ഉള്ള പറഞ്ഞ് ശങ്കറിൻ്റെ വീട്ടുകാർ അതിലേറെ ഗൗരീനെ ഉപദ്രവിക്കും. ആക്ച്വലി വീട്ടുകാർ ഉപദ്രവിക്കുമ്പോൾ ശങ്കർ നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൽ ലീഡിനെ പോലെ എൻ്റെ ഭാര്യ ഉപദ്രവിക്കാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷെ വീട്ടുകാർ ഉപദ്രവിക്കാവുന്നതിൻ്റെ മാക്സിമം ഗൗരീനെയും ഫാദറിനെയും ഉപദ്രവിക്കും. ഈ കരിയൊക്കെ മുഖത്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് വീട്ടിലേക്ക് തിരിച്ച് വെൽക്കം ചെയ്യുന്നത് ഈ സ്റ്റോറി അറിഞ്ഞതിന് ശേഷം. ആൻഡ് പിന്നെ കുറേ നാൾ ഭയങ്കര ഉപദ്രവമാണ് ഗൗരീനെ. ശങ്കർ അവളൊന്നും മൈൻഡ് പോലും ചെയ്യില്ല. അങ്ങനെയൊക്കെ കുറേയാണ്. ബിക്കോസ് എന്താണ് കാരണം, ഒരു ദിവസം ഇവിടെ വേറൊരാൾ തട്ടിക്കൊണ്ടുപോയി. ആക്ച്വലി അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയതാണെങ്കിൽ തന്നെ എന്താ പ്രശ്നം? ഷീസ് എ വിക്ടിം. അങ്ങനെ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോയത് കൊണ്ട് മാത്രം അവളെ ഞാൻ തൊടില്ല. ഭയങ്കര പതിവ്രത. ഇത് പഴഞ്ചൻ നൂറ്റാണ്ടിലെ സ്റ്റൈലായിട്ട് എനിക്ക് തോന്നിയത്. ബിക്കോസ് അവൻ്റെ വൈഫാണ്. വൈഫിന് പണ്ടൊരു പ്രശ്നം വന്നിരുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ ആക്ച്വലി അങ്ങനെ അല്ലായിരുന്നു റിയാക്ട് ചെയ്യേണ്ടത്. ഒരാൾ യൂസ് ചെയ്തത് കൊണ്ട് ഇനി എനിക്കത് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ മെൻറ്റാലിറ്റി. പിന്നെ കുറേ നാളൊക്കെ എടുത്തിട്ടാണ് അവർ സെറ്റായത്. എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയൊക്കെയാണ് അതിപ്പോൾ. ബട്ട് സ്റ്റിൽ അതിന് ഒരു ടോക്സിക് സൈഡ് ഉണ്ടായിരുന്നു. അപ്പം അവന് ഭയങ്കര അവളെ ഇഷ്ടമാണ്. ആൻഡ് അവൻ പറയുന്നത് അവൾ ചെയ്യണം. ആൻഡ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അവരുടെ ഫാമിലി ഫുൾ അങ്ങനെയാണ്. ലൈക്ക് മെയിൽ ലീഡിൻ്റെ ഫാമിലി. ഫീമെയിൽ ലീഡിൻ്റെ ഫാമിലി ഈസ് സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര സ്നേഹവും പൊരുത്തവും ഒക്കെയുള്ള ഒരു ഫാമിലിയാണ്. പക്ഷെ മെയിൽ ലീഡിൻ്റെയാണ്. അപ്പം മെയിൽ ലീഡിൻ്റെ ഫാദർ എന്ന് പറയുന്നത് മദറിന് തല്ലുമൊക്കെ ചെയ്യും. എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടില്ലൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് എന്നാണ് അവൻ പറയുന്നത്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിക്കുക. പിന്നെ ഫീമെയിൽസിന് ഒരു വോയിസും ഇല്ല എന്നുള്ള രീതിയിൽ ആണുങ്ങൾ തീരുമാനിക്കും. ആണുങ്ങളുടെ കീഴിലാണ് പെണ്ണുങ്ങൾ എന്നുള്ള രീതിയിൽ. അപ്പം ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അത് ആക്ച്വലി. ഇപ്പോഴും ആ മെയിൽ ലീഡിൻ്റെ ഫാമിലിയൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. മെയിൽ ലീഡിന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അവന് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഇതിലൊക്കെയും ടോക്സിസിറ്റിയാണ് റൊമാൻറ്റിസൈസ് ചെയ്യപ്പെടുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റുമെങ്കിലും ഈ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളെ റൊമാൻറ്റിസൈസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ആക്ച്വലി. അത് ഭയങ്കരമായ തെറ്റിദ്ധാരണ പലരുടെയും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അധികം ചിന്തിക്കാനും ഡിസിഷൻസ് എടുക്കാനും ഒക്കെ ബോധമില്ലാത്ത ആളുകൾ മാത്രമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മൈനോറിറ്റി മാത്രമാണ് അങ്ങനെയുള്ള ആളുകൾ. ഇപ്പോൾ ഉള്ള മെജോറിറ്റിയും അത് കാണുമ്പോൾ ഇത് തെറ്റാണ്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ചോദിക്കാൻ കേൾപ്പുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ വാട്ട് ഐ എം സേയിങ് ഇസ് ഇതുപോലെയല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഏഷ്യാനെറ്റിൽ വേറൊരു സീരിയലുണ്ട്, കാതോട് കാതോരം. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ അകത്തൊരു മെയിൽ ലീഡുണ്ട്. ഞാൻ കമ്പാരിസൺ ചെയ്യുവാണ്. അതിൻ്റെ അകത്ത് മെയിൽ ലീഡ് നമ്മുടെ അർജുൻ എന്ന് പറയുന്നത് വെരി കൈൻഡ്, വെരി സ്വീറ്റ്, വെരി ലവബിൾ മാനാണ്. വൈഫിനെ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മെയിൽ ലീഡാണ്. ആൻഡ് അവരുടെ വീട്ടിലൊരു അമ്മായിയമ്മയും അവൻ്റെ അമ്മയും ഉണ്ട്, അവൻ്റെ ഒരു പെങ്ങളും ഉണ്ട്. ഭയങ്കര ടോക്സിക് ആയിട്ട്. ലൈക്ക് അവന് ഒരു എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ എക്സ് ഗേൾ ഫ്രണ്ടിനെ ആയിട്ട് ഇപ്പോഴും അവനെ കൊണ്ട് കെട്ടിക്കണം എന്നുള്ള ഒരു രീതിയിൽ അവരിങ്ങനെ നടക്കുകയാണ്. പക്ഷെ അവന് ഭാര്യ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഇതിൻ്റെ അകത്തും കുറേ പഴയ കഥകളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ വാട്ട് ഐ എം സേയിങ് ഇസ്, മൈ പോയിന്റ് ഇസ്, ഈ ഒരു മെയിൽ ലീഡ് ഇങ്ങനെ ഭയങ്കര പാവമായതുകൊണ്ട് പലപ്പോഴും കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട് അർജുന് കഴകത്തില്ല എന്ന്. അതായത് പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഫ്രീഡം കൊടുത്താലും കൂടുതൽ സ്നേഹം കൊടുത്താലും ലൈക്ക് ഒന്ന് വിഷമിക്കുകയോ ആണുങ്ങളൊന്ന് വിഷമിക്കുകയോ കരയുകയോ അല്ലെങ്കിൽ അവളോടൊന്ന് സംസാരിക്കാതെ വിങ്ങിപ്പൊട്ടുകയോ ഒക്കെ ചെയ്താൽ ഈ ബാക്കിയുള്ളവരുടെ വിചാരം അവനൊരാണല്ല, അല്ലെങ്കിൽ അവനൊരു കഴകത്തില്ലാത്തവനാണ്, ആണുങ്ങളായാലും ഇങ്ങനെ ആവരുത് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ചിന്താഗതിയാണ് മാറേണ്ടത്. അതെന്താ, ആണുങ്ങൾക്ക് കരഞ്ഞൂടെ, ആണുങ്ങൾക്ക് വിഷമിച്ചൂടെ, ലൈക്ക് പെണ്ണുങ്ങളെ പോലെ ബിഹേവ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്. പിന്നെ ഈ ഗൗരി ശങ്കറും കാതോട് കാതോടും ഫാൻസ് തമ്മിൽ ഭയങ്കര അടിയാട്ടോ. അപ്പം എന്തായാലും രണ്ട് സീരിയലും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ അടിയിലൊന്നും ഞാൻ എന്തായാലും ഇല്ല. ബട്ട് സ്റ്റിൽ വാട്ട് ഐ എം സേയിങ് ഇസ്, എൻ്റെ ഒരു ഇതിൽ മെയിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, റിയൽ ഹീറോ എന്ന് പറഞ്ഞാൽ അർജുനെ പോലെ ആവണം. ഭയങ്കര നല്ല ഒരു ക്യാരക്ടറിന് ഉടമയാണ്. കുറച്ച് ഇന്നസെൻ്റ് ആയതുകൊണ്ടോ കുറച്ച് കൈൻഡ് ആയതുകൊണ്ടോ ഒരു ആണും പന്നയാവുന്നില്ല. അല്ലെങ്കിൽ കുറച്ച് അഗ്രസീവ് ആയതുകൊണ്ട് മാത്രമല്ല ഒരാൾ സൂപ്പർ ഹീറോ എന്നുള്ള സ്ഥാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ നമ്മളിൽ പലർക്കും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പെട്ടുപോകുന്ന ആൾക്കാർ ഒന്നും തുറന്നു പറയാൻ പോലും മടിക്കുന്നത്. അവർക്ക് പോലും അറിയില്ല അവർ ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന്. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, കുറേ അടി കിട്ടിയാലും അവരൊന്നും പറയില്ല. ബിക്കോസ് അവർക്ക് വേറെ വഴിയില്ല എന്ന് അവർ പറയും. വേറെ വഴിയെക്കുറിച്ച് പോലും അവർ ചിന്തിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് ഫാക്റ്റ്.
സോ ദാറ്റ്സ് ഹൗ ലൈഫ് ഇസ്. എന്തായാലും നമ്മൾ ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ വി ഹാവ് ടു തിങ്ക് വാട്ട് ഈസ് ഹാപ്പനിങ്, അല്ലെങ്കിൽ ഈസ് ദിസ് ദി റൈറ്റ് തിങ്. നമ്മൾ പറയേണ്ടത് പറയണം, ചെയ്യേണ്ടത് ചെയ്യണം. ആൻഡ് മാരേജ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് എനിത്തിങ്. അപ്പോൾ അതൊക്കെ നമ്മൾ റിയലൈസ് ചെയ്യാനുള്ള ബോധം ഉണ്ടായിരിക്കണം. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.